പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം വിശുദ്ധനായി മാറി. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം അതിന് വൈരാഗ്യം, വെറുപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴും മാർപ്പാപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അപ്പോൾ ഈ ശുശ്രൂഷയുടെ, ഈ ധ്യാനത്തിൻ്റെ, ഈ കൺവെൻഷൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയേണ്ട ഒരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. നിങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങൾക്കും വിശുദ്ധരാകാം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തും. അങ്ങനെയല്ലേ പറഞ്ഞത് യേശു? നമ്മൾ അപ്പോസ്തലർ നടപടി പുസ്തകം 1:8 നമുക്ക് സുപരിചിതമായ വചനമാണ്. യേശു പറഞ്ഞ, യേശുവിൻ്റെ അവസാനത്തെ വാക്കാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്നാൽ ശക്തി പ്രാപിക്കും. എന്തിൻ്റെ ശക്തി? ക്ഷമിക്കാനുള്ള ശക്തി, സഹിക്കാനുള്ള ശക്തി, കരുണ കാണിക്കാനുള്ള ശക്തി, ദാനം ചെയ്യാനുള്ള ശക്തി, നന്മ ചെയ്യാനുള്ള ശക്തി, ചിരിക്കാൻ, മറ്റുള്ളവരെ നോക്കി സന്തോഷത്തോടെ ഒന്ന് ചിരിക്കാനുള്ള ശക്തി. ഞാനിവിടെ നിന്നുണ്ട് എത്ര പേരെ നോക്കി ചിരിച്ചു. ഒന്നും കൂടെ നോക്കി ചിരിച്ചാൽ ഒന്നും കൂടെ മോന്ത ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തി വേണം. പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പം നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായി നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എളുപ്പമായിട്ട് ലോകത്തിൽ നമുക്ക് മരിച്ച് ദൈവത്തിൻ്റെതായി മാറാം, വളരെ എളുപ്പത്തിൽ. അതിന് നമുക്ക് സഹായകനുണ്ട്. അവനാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ഛായയിൽ നമ്മളെ രൂപപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിറയ്ക്കുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. നിങ്ങൾ മറ്റുള്ളവരോടല്ല ഇതിനു വേണ്ടി സംസാരിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളവർ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ശക്തി വേണമെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുകയല്ല ചെയ്യേണ്ടത്. അത്രയും സമയം കൂടി ഇരുന്ന് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് നിറയാൻ ദാഹിക്കുക. ആർക്കെങ്കിലും ദാഹമുണ്ടോ വിശുദ്ധരായി മാറാൻ? ആർക്കെങ്കിലും ദാഹമുണ്ടോ ലോകത്തെ ജയിക്കുവാൻ? ആർക്കെങ്കിലും ദാഹമുണ്ടോ യേശുവിൻ്റെ സാക്ഷിയായി മാറാൻ? അങ്ങനെയുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുക്കിത്തരാമെന്ന് അന്ന് വാഗ്ദാനം. യോഹന്നാൻ 7:37. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദാഹമില്ല, നമ്മളെല്ലാവരും പോകുന്നു, ഈ ഞാനും പോകുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഈ ഞാനും പ്രാർത്ഥിക്കുന്നു. ആരേലും പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉരുവിട്ടുകൊണ്ട് നടക്കുന്നു. അങ്ങനെയല്ല. നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ദൈവത്തിൻ്റെതായി നിന്ന് കത്തണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിൻ്റെതായി മാറണം, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കണം. അങ്ങനെ ഒരു ദാഹമുണ്ടെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരു ദാഹമുണ്ടെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ല കാശ് മുടക്കമുണ്ടോ? ഉണ്ടോ? ഈ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കും, ദൈവത്തിനെ മക്കളാക്കി മാറ്റും. അതല്ലേ പറയുന്നത്? റോമാലേഖനം 8:15 പറയുകയാണ്, നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് വീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ്. വീണ്ടും നിങ്ങളെ ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവത്തിൻ്റെ മക്കളാക്കി, അതാ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലുള്ള ദൈവമക്കളായി നമ്മൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഈ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചെയ്യാൻ പറ്റുമോ? ഇന്ന് ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. പോകുമ്പോൾ നിങ്ങളായിരിക്കുകയില്ല, ദൈവത്തിൻ്റെ വരങ്ങളും കൃപകളും ദാനങ്ങളും നിറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലുള്ള ദൈവമക്കളായി നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്.
അപ്പം നമ്മൾ ചെന്നാൽ നമ്മുടെ വീട്ടിലുള്ളവരും കത്തും, നമ്മുടെ നാട്ടിലുള്ളവരും കത്തും. കത്തുവോ? കത്തണ്ടേ?